ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് SSLCക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി ടിപ്പാണ്. അപ്പം ഞാനിപ്പോൾ പഠിക്കുന്നത് +1-ലാണ്. അപ്പം എനിക്ക് SSLCക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു. അപ്പം അതിന് ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഉള്ള കാര്യം പറയാം, എനിക്ക് പ്രീ മോഡലിന് നല്ല രീതിയിൽ തന്നെ മാർക്ക് കുറവായിരുന്നു. പക്ഷെ ഞാൻ അതുകൊണ്ടൊന്നും നിന്നില്ല. ഞാനെന്നും ഇങ്ങനൊരു ജേണൽ പോലെ എഴുതുമായിരുന്നു. മീൻസ് എൻ്റെ പ്രോബ്ലംസ്, എനിക്ക് എന്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്നും എഴുതുമായിരുന്നു. അതൊരു സാധാരണ ഒരു ബുക്ക്, അതിനകത്തുനിന്ന് ഞാനിങ്ങനെ എഴുതുമായിരുന്നു. എനിക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് അങ്ങനെയൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുമായിരുന്നു. എന്നും പ്ലാനിങ് നടക്കുമായിരുന്നു, പക്ഷെ ഒന്നും നടക്കാറില്ലായിരുന്നു. ഞാൻ ട്യൂഷനൊന്നും അല്ല പോയി പഠിച്ചത്. ഞാനിങ്ങനെ യൂട്യൂബ് ക്ലാസ് നോക്കിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ട്യൂഷനൊന്നും ഞാൻ പോകാറില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ എന്ന് മീൻസ് ആഴ്ചയിലൊക്കെ എഴുതുമായിരുന്നു. എൻ്റെ പേരും എൻ്റെ റോൾ നമ്പറും ക്ലാസ്സും ഒക്കെ എഴുതിയിട്ട് ഓരോ സബ്ജക്റ്റും നേരെ ഫുൾ A+ അന്ന് അങ്ങനെ ഒരു നമുക്ക് ഒരു മോട്ടിവേഷനും ഒരു ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എഴുതിക്കൊണ്ടിരുന്നത്. അതായത് എനിക്ക് കറക്റ്റായിട്ടായിരുന്നു എനിക്ക് എന്തിനു വേണ്ടിയിട്ട് ഫുൾ A+ വേണം, നമ്മുടെ വൈ ക്ലിയർ ആയിരിക്കും. നമുക്ക് എന്തിനു വേണ്ടിയിട്ട്, ഇപ്പം ചിലർക്കുണ്ട് നമുക്ക് പത്രത്തിൽ ഫോട്ടോ വരാം, അല്ലെ ഫുൾ A+ വേണം, ചുമ്മാ ഒരു ഇത് എല്ലാവർക്കും ഇപ്പോൾ എല്ലാവർക്കും ഫുൾ A+ കിട്ടുമ്പോൾ നമുക്ക് കിട്ടാതിരിക്കുമ്പോൾ എല്ലാവരും നമ്മളെ താത്തിക്കെട്ട് അങ്ങനെയൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ഇതിനു വേണ്ടിയിട്ട് മിക്കവാറും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇപ്പം എല്ലാ സബ്ജക്റ്റിൻ്റെയും പേര് ഓരോ ചാപ്റ്റർ വൈസ് പേര് എഴുതിയിട്ട് അതിൻ്റെ കൂടെ ഒരു കോളം വരച്ചിട്ട് ഏതൊക്കെ ചാപ്റ്റർ ഞാൻ പഠിച്ചു അതിൻ്റെ കൂടെ ടിക്ക് ഇടുമ്പോൾ ഫിനിഷ്ഡ് എഴുതും. നമുക്ക് അങ്ങനെ എഴുതുമ്പോൾ ഭയങ്കര സന്തോഷം നമുക്ക് കിട്ടുമായിരുന്നു. പിന്നെ മോഡൽ എക്സാമിൻ്റെ സമയത്തൊക്കെ എനിക്ക് മോഡൽ എക്സാമിനൊക്കെ നല്ല മാർക്ക് കുറവായിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും ഞാൻ അതിനെപ്പറ്റി പിന്നെ ആ മോഡൽ എക്സാം കഴിഞ്ഞ് ഞാൻ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാനേ പോയില്ല. ഞാൻ പിന്നെ മെയിൻ എക്സാമിനെ തന്നെ നോക്കി. മെയിൻ എക്സാം നമുക്ക് കുറച്ച് ദിവസം ഉണ്ടല്ലോ, ആ സമയം കൊണ്ട് നന്നായിട്ട് പഠിച്ച് നിങ്ങൾക്ക് കിട്ടുമെന്നേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഫുൾ A+ കിട്ടും എന്നുള്ളതിനേക്കാളും നല്ലത് എനിക്ക് ഫുൾ A+ ആണ് അങ്ങനെ പറയുന്നത് എനിക്ക് കുറച്ചുകൂടി യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റൊക്കെ ചില ചാപ്റ്റേഴ്സ് വിട്ടായിരുന്നു. എനിക്ക് പഠിക്കാൻ പറ്റാത്ത ചാപ്റ്റേഴ്സ് വിട്ടിട്ട് ഞാൻ പഠിക്കുന്നത് എന്താണോ അത് നല്ല വൃത്തിക്ക് പഠിച്ച് പോകുമായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ രാത്രിയിലൊന്നും ഇരുന്ന് അങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ പഠിക്കുന്നത് രാവിലെ, മാക്സിമം രാത്രിയിൽ ഒരു 11 മണി, പിന്നെ ഉച്ച സമയത്തൊക്കെ. ഉച്ച സമയത്ത് ഞാൻ ക്ലാസ്സാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. യൂട്യൂബ് ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിക്കുന്നതിലും നല്ലത് ഞാൻ ക്ലാസ് കാണുമ്പോൾ അതെനിക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ ടെക്സ്റ്റില്ലേ, ഫിസിക്സിൻ്റെ കെമിസ്ട്രിയുടെ ഒക്കെ ടെക്സ്റ്റ് ഞാനൊരു 10 വട്ടമെങ്കിലും വായിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക.